ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്സ് ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ എല്ലാ പെറ്റ്സ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആർക്കെങ്കിലും പെറ്റ്സ് സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്ത് നല്ലൊരു വീഡിയോയും നല്ലൊരു ഫോട്ടോയും കൂടി അയക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആഡ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ചാർജസ് കാര്യങ്ങളൊന്നും ഈടാക്കാറില്ല. അപ്പോൾ ആർക്കെങ്കിലും പെറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പപ്പീസിനെ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സബീന ഹസ്കിയുടെ വോളിക്കോട്ട് പപ്പീസാണ്. 2 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ടുള്ളത്. വിത്ത് സർട്ടിഫിക്കറ്റ് കൂടിയിട്ടുള്ള പപ്പീസാണ്. 35,000 രൂപയാണ് പപ്പീസിൻ്റെ റേറ്റ് വയ്ക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസാണ്. നല്ല പേരൻസിൻ്റെ വോളിക്കോട്ട് പേരൻസിൻ്റെ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആലപ്പുഴ ഹരിപ്പാടാണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹസ്കിനൊക്കെ ഇത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള 2 വയസ്സുള്ള ഒരു ഫീമെയിൽ കാറ്റാണ്. കോഴിക്കോടാണ് ഇതിന് പ്ലേസ് വരുന്നത്. 5,500 രൂപയാണ് റേറ്റ് വയ്ക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റിനെ അവൈലബിൾ ആയിരിക്കും. ആവശ്യക്കാരെന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. 2 വയസ്സായിട്ടുള്ളൊരു ഫീമെയിൽ കാറ്റാണ്. നോക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർ, ബ്രീഡിങ്ങിനായിട്ടൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ജാക്ക് റൂസലിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ്. സിംഗിൾ പപ്പിയാണ് കൊടുക്കാനുള്ളത്. കൊല്ലത്താണ് ഇതിന് പ്ലേസ് വരുന്നത്. റേറ്റ് ഒരു 8,500 രൂപയാണ്. അപ്പോൾ ജാക്ക് റൂസലിൻ്റെ പപ്പീനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ്. മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട്. കൊല്ലത്താണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത്. റേറ്റ് വയ്ക്കുന്ന മെയിൽ പപ്പിക്ക് 10,500 രൂപയും ഫീമെയിൽ പപ്പിക്ക് 7,500 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തന്നായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പിറ്റ്ബുള്ളിൻ്റെ പപ്പീസാണ്. തൃശ്ശൂരാണ് ഇതിൻ്റെ പ്ലേസ് ചെയ്യുന്നത്. മെയിൽ പപ്പിക്ക് റേറ്റ് വയ്ക്കുന്നത് 10,500 രൂപയും ഫീമെയിൽ പപ്പിക്ക് 8,500 രൂപയാണ് റേറ്റ് വയ്ക്കുന്നത്. പിറ്റ്ബുള്ളിൻ്റെ നല്ല പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേരൻസിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലാസാപ്സിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ്. തിരുവനന്തപുരത്താണ് ഇതിന് പ്ലേസ് ചെയ്യുന്നത്. റേറ്റ് വയ്ക്കുന്നത് വെറും 3,500 രൂപ മാത്രമാണ്. 2 മാസത്തിന് മേലെ പ്രായമുള്ള പപ്പിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് കഴിഞ്ഞാൽ പപ്പി അവൈലബിൾ ആയിരിക്കും. ആവശ്യക്കാരെന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ലാസാപ്സിനൊക്കെ നോക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നല്ലൊരു ഓപ്ഷനാണ്. ഫുൾ വൈറ്റ് പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിറ്റ്സുവിൻ്റെ പപ്പീസാണ്. ചെങ്ങന്നൂറുള്ള ഷിറ്റ്സുവിൻ്റെ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിറ്റ്സുവിൻ്റെ പപ്പീസ് നമുക്ക് വേറെയും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യണം. ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 10,500, 11,000, 12,000 വരെ റേഞ്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സർട്ടിഫൈഡ് പപ്പീസും അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിറ്റ്സുവിൻ്റെ തന്നെ ഒരു അഡൽട്ട് ഫീമെയിൽ ഡോഗാണ്. വിത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡോഗിന് റേറ്റ് വയ്ക്കുന്നത് 12,500 രൂപയാണ്. ഷിറ്റ്സുവിൻ്റെ അഡൽട്ട് ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഈ ഒരു ഡോഗിന് റേറ്റ് വയ്ക്കുന്നത് 12,500 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിറ്റ്സുവിൻ്റെ തന്നെ കുറച്ച് ഫീമെയിൽ പപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ് ചെയ്യുന്നത് എറണാകുളത്താണ്. റേറ്റ് വയ്ക്കുന്നത് 11,500 രൂപയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിറ്റ്സുവിൻ്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതും ഷിറ്റ്സുവിൻ്റെ തന്നെ ഒരു പെയർ പപ്പീസാണ്. മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് വയ്ക്കുന്നത് 10,500 രൂപയാണ്. അപ്പോൾ ഈ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തന്നായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസാണ്. തിരുവനന്തപുരത്താണ് പപ്പീസ് അവൈലബിൾ ആയിട്ടുള്ളത്. മെയിൽ പപ്പിക്ക് റേറ്റ് വയ്ക്കുന്നത് 9,500 രൂപയും ഫീമെയിൽ പപ്പിക്ക് 8,000 രൂപയാണ് റേറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരിക്കും. ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ത്രൂ ആർക്കെങ്കിലും പറ്റി സെയിലിനായിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നല്ലൊരു വീഡിയോയും ഫോട്ടോയും
എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അയക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള കൾച്ചർ ബോമിൻ്റെ മെയിൽ പപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വരുന്നത് തിരുവനന്തപുരത്താണ്. റേറ്റ് വയ്ക്കുന്നത് 4500 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൾച്ചർ ബോമിൻ്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. താല്പര്യമുള്ള ആൾക്കാരെന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട് പോമിൻ്റെ പപ്പീസാണ്. പോമിൻ്റെ ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തിരുവനന്തപുരത്താണ് പ്ലേസ് വരുന്നത്. റേറ്റ് വയ്ക്കുന്നത് 3000 രൂപയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഡാൽമേഷ്യൻ്റെ പപ്പീസാണ്. ഡാൽമേഷ്യൻ്റെ മെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലേസ് വരുന്നത് എറണാകുളത്താണ്. റേറ്റ് വയ്ക്കുന്നത് 7500 രൂപയാണ്. അപ്പോൾ ഡാൽമേഷ്യൻ്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ജെന്യുവനായിട്ടുള്ള ആൾക്കാർ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിറ്റ്സുവിൻ്റെ തന്നെ കുറച്ച് പപ്പീസാണ്. ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തിരുവനന്തപുരത്താണ് ഇതിന് പ്ലേസ് ചെയ്യുന്നത്. വെറും 10000 രൂപയ്ക്കാണ് ഷിറ്റ്സുവിൻ്റെ പപ്പീസിന് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും പരിചയക്കാർ ഷിറ്റ്സുവിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.